CCATൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന ഷാലോൻ ടിവിയുടെ ഒരു പഠന സംരംഭമാണ് CCAT. CCATൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ആരാധനക്രമ ജീവിതത്തെക്കുറിച്ചാണ് പഠിച്ചത്. തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുകയും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ എഴുതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് ഈ എപ്പിസോഡിൽ ഒരുമിച്ച് കൂടുന്നത്. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം കൂദാശ ജീവിതം എന്നുള്ളതാണ്. സഭയിൽ 7 കൂദാശകളുണ്ടെന്നും രക്ഷയുടെ നീർച്ചാലുകളാണ് കൂദാശകൾ എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള ഒരു പഠന സംരംഭമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. CCATൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ ഈ വിഷയത്തെ മനോഹരമായി നമ്മളോട് സംസാരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി നമ്മോടൊപ്പമുള്ളത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിമന്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിനും വളരെ സ്നേഹപൂർവ്വം CCATൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ആലക്കോട് ഫൊറോനയിലെ കാർത്തികപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ മതാധ്യാപകരാണ്. നിങ്ങൾ ഓരോരുത്തരെയും വളരെ താല്പര്യപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂദാശ ജീവിതത്തിൻ്റെ അർത്ഥത്തെയും ഓരോ കൂദാശയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന പാരമ്പര്യങ്ങൾ, ദൈവശാസ്ത്രങ്ങൾ, നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടായിട്ടുള്ള ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവയാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ക്ലാസ് നമുക്ക് മുമ്പിൽ എടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും വളരെ സ്നേഹപൂർവ്വം പിതാവിനെ സ്വാഗതം ചെയ്യും. പ്രിയമുള്ള മതാധ്യാപകരെ, നിങ്ങൾ കൂദാശകളെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത് അല്ലേ? കൂദാശകളെക്കുറിച്ചുള്ള പാഠം വേദപാഠ ക്ലാസ്സിൽ എവിടെയാണ് ഉള്ളത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4-ാം ക്ലാസ്സിൽ അല്ലേ? 4-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? 4-ാം ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ വന്നിട്ടില്ല. 4-ാം ക്ലാസ് സിസ്റ്ററാണ് പഠിപ്പിച്ചത്. സിസ്റ്റർ വന്നില്ല അല്ലേ? സിസ്റ്റർമാരെ നിങ്ങൾ അവഗണിച്ചതായിരിക്കും, അവരെ കൂട്ടിക്കൊണ്ട് വന്നില്ല. ഓക്കെ യെസ്. അതായത് ഈ 4-ാം ക്ലാസ്സിലെ വേദപാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ അതിനകത്ത് കുറേ പ്രാഥമിക കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പഠിപ്പിക്കുന്നില്ലെങ്കിലും അത് അത്യാവശ്യം പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ? എത്ര കൂദാശകളുണ്ട്? ആകെ 7 കൂദാശകൾ അല്ലേ? ഈ 7 കൂദാശകളെക്കുറിച്ചാണ് മതബോധന ഗ്രന്ഥം തുടർന്ന് നമ്മളോട് സംസാരിക്കുക. ഇതിൻ്റെ 2-ാം ഭാഗത്തിലെ 2-ാം അധ്യായത്തിലെത്തുമ്പോൾ മതബോധന ഗ്രന്ഥം കൂദാശകളെക്കുറിച്ചാണ് പഠിപ്പിക്കുക. കൂദാശകളെ പല രീതിയിൽ തരംതിരിക്കാറുണ്ട് 7 എണ്ണത്തിന്. ആദ്യത്തെ 3 കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്ന് പറയും. അതേതൊക്കെയാണ്? മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. പൗരസ്ത്യ സഭകൾ ഈ 3 കൂദാശകളും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണുള്ളത്. അതേസമയം പാശ്ചാത്യ സഭയിൽ ഇതിനെ പ്രവേശക കൂദാശകൾ എന്ന് വിളിക്കുമ്പോഴും മാമോദീസായ്ക്ക് ശേഷം നിശ്ചിത കാലത്തെ ഒരുക്കത്തിന് ശേഷമാണ് സ്ഥൈര്യലേപനവും അതുപോലെ വിശുദ്ധ കുർബാനയും നൽകുന്നത് എന്ന വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സുഖപ്പെടുത്തുന്ന കൂദാശകൾ, ഹീലിംഗ് സാക്രമെൻറ്റ്സ് എന്ന പേര് 2 കൂദാശകളുണ്ട്. ഏതൊക്കെയായിരിക്കും അത്? കുംഭസാരവും രോഗീലേപനവും. കുംഭസാരവും രോഗീലേപനവുമാണ് സുഖപ്പെടുത്തുന്നത്. കാരണം ആത്മാവിനെ ബാധിച്ച രോഗമാണ് ഏത്? കുംഭസാരം രോഗമാണോ? ആത്മാവിനെ ബാധിച്ച രോഗമാണ് പാപം അല്ലേ? ആ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു എന്നുള്ളതിനാലാണ് കുംഭസാരം ഒരു സൗഖ്യദായക കൂദാശയായി പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ ആത്മാവിനെയും ശരീരത്തെയും ബാധിച്ചിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് വിടുതൽ തരുന്നു എന്നുള്ളതിനാലാണ് രോഗീലേപനം സൗഖ്യദായക കൂദാശയായി പരിഗണിക്കുന്നത്.
ജീവിതാന്തസ്സിൻ്റെ കൂദാശകൾ എന്ന് പറയുന്ന 2 കൂദാശകളുണ്ട്. ഏതൊക്കെയായിരിക്കും അത്? വിവാഹവും തിരുപ്പട്ടവും. വിവാഹവും തിരുപ്പട്ടവുമാണ്, അല്ലേ? വിവാഹിതർക്ക് തിരുപ്പട്ടം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിൽ പൗരോഹിത്യവും വിവാഹവും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരായവരാണ്. എല്ലാവരും കല്യാണം കഴിച്ചവരാണോ നിങ്ങളുടെ കൂടെയുള്ളവർ? കഴിക്കാത്ത 2 പേരുണ്ട്. അവിടെ രണ്ടുണ്ട്. യെസ് യെസ് യെസ്, ഒന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ 3 ഉണ്ടോ? 3 പേര് കഴിക്കാത്തവരാ? യെസ് യെസ്, നിങ്ങൾ ഉടൻ കഴിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കൂദാശകളുടെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള വഴികൾ ഒരുങ്ങുമായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി, തിരക്കൂടുന്നു. ഏതാണേലും ഈ കൂദാശകൾ ജീവിതാന്തസ് നിശ്ചയിക്കുന്ന കൂദാശകളാണ്. ഏതൊക്കെ? തിരുപ്പട്ടം, വിവാഹം. അതുകൊണ്ട് വിവാഹിതർക്ക് തിരുപ്പട്ടം സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ജീവിത പങ്കാളിയുടെ മരണശേഷം പിള്ളേർ ഈ മനുഷ്യനെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, വേണേൽ പട്ടം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നെല്ലാ മക്കളും പ്രായപൂർത്തിയായ ശേഷം എഴുതി കൊടുത്താൽ അങ്ങനെ ചില എക്സെപ്ഷൻ പട്ടം കൊടുക്കലുണ്ട് സഭയിൽ, അല്ലേ? അതുകൊണ്ട് അത് ഒരു വിദൂര സാധ്യതയായതുകൊണ്ട് അത് വിട്ടുകളഞ്ഞേക്ക്. അതുപോലെ തന്നെ വൈദികര് ബ്രഹ്മചര്യം പാലിക്കുന്നവരായതുകൊണ്ട് അവർക്ക് വിവാഹം എന്ന കൂദാശ ഇല്ല എന്നുണ്ട്. അപ്പോൾ 7 കൂദാശ ഉണ്ടെങ്കിലും ന്യായമായും ഒരു വിശ്വാസിക്ക് എത്രയേ സ്വീകരിക്കാൻ പറ്റുള്ളൂ? 6 എണ്ണവും സ്വീകരിക്കാനേ പറ്റുള്ളൂ. 7 എണ്ണവും സ്വീകരിക്കുന്ന ചില അപൂർവ വിദ്വാന്മാരുണ്ട്, അതേക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ കൂദാശകൾ രക്ഷയുടെ വഴികളാണ്. എന്താണ് ഈ കൂദാശ എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ നമുക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ചപ്പോൾ അവിടുന്ന് നമ്മുടെ രക്ഷ സാധിതമാക്കി എന്നാണ് നമ്മൾ വിശ്വസിക്കുക, അല്ലേ? ഈശോ നമ്മെ രക്ഷിച്ചു. ആ രക്ഷ ഇന്ന് നമുക്ക് സംലഭ്യമാക്കി തരുന്നത് കൂദാശകളിലൂടെയാണ്. അതായത് 2000 കൊല്ലം മുമ്പ് ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയെ അതിൻ്റെ സമ്പൂർണതയിൽ സജീവമായി ഇന്ന് അനുഭവിക്കാൻ നമുക്ക് അവസരം ഒരുക്കി തരുന്നത് കൂദാശകളാണ്, അല്ലേ? അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഒരു പഴയകാല സംഭവത്തെ ഓർമ്മിക്കുകയല്ല ചെയ്യുന്നത്. ആ സംഭവം അതുപോലെ ഇവിടെ ഈ സമയത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അൾത്താരയിൽ ഈശോ മനുഷ്യനായി പിറന്ന് അവിടുന്ന് പ്രബോധനം നൽകി പാടുപീഡകൾ സഹിച്ച് കുരിശേൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി തിരുസഭ സ്ഥാപിച്ച് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. ആ മുഴുവൻ സംഭവങ്ങളും ഒരു പരിശുദ്ധ കുർബാനയിൽ ആദ്യന്തം ആവർത്തിക്കുകയാണ്, സജീവമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അതുകൊണ്ട് കൂദാശകൾ എന്നതിൻ്റെ നിർവചനം നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട്, അല്ലേ? അദൃശ്യമായ വരപ്രസാദ ജീവനെ നമ്മിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ കൂദാശയിൽ ദൃശ്യമായ കുറേ അടയാളങ്ങളുണ്ട്. പക്ഷേ ആ ദൃശ്യമായ കാര്യങ്ങളല്ല പ്രതിനിധാനം ചെയ്യുന്നത്. കാര്യം നമ്മൾ കാണുന്ന അപ്പവും വീഞ്ഞും ഉള്ളൂ. അത് ദൃശ്യമായത് അത്രയേ ഉള്ളൂ. പക്ഷെ അദൃശ്യമായിട്ട് അവിടെ എന്തുണ്ട്? ഈശോ മിശിഹ എന്ന ദൈവപുത്രൻ്റെ സത്യമായ വ്യക്തമായ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ എല്ലാ കൂദാശയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അതിൽ ദൃശ്യമായ ചില അടയാളങ്ങളുണ്ട്. മാമോദീസായിലാണെങ്കിൽ വെള്ളം കോരി ഒഴിക്കുന്നു, ഇല്ലേ? നമ്മൾ എത്രയോ തവണ കോരി ഒഴിച്ചിരിക്കുന്നു. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? രാവിലെ കുളിച്ചപ്പോൾ തന്നെ നിങ്ങളൊരു 10-20 കപ്പ് വെള്ളമെല്ലാം തലയിൽ കോരി ഒഴിച്ചിട്ടുണ്ട്, അല്ലേ? യെസ്. പക്ഷെ അതും ഈ മാമോദീസായിൽ ഒഴിക്കുന്ന ആ വെള്ളവും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, അവിടെ പരിശുദ്ധാത്മാവാണ് ജീവജലമായി നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്നുള്ള വ്യത്യാസം സംഭവിക്കും. അപ്പോൾ കാണപ്പെടുന്ന പ്രതീകങ്ങളിൽ നിന്ന് കാണപ്പെടാത്ത വരപ്രസാദത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്ന
രക്ഷയുടെ അടയാളങ്ങളാണ് കൂദാശകൾ എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ കൂദാശയിലെ ഒന്നാമത്തെ കൂദാശ മാമോദീസ എന്ന കൂദാശയാണ്. മാമോദീസായുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോമിശിഹായുടെ കുരിശ് മരണത്തിലുള്ള വിശ്വാസിയുടെ പങ്കാളിത്തമാണ്. പെസഹ രഹസ്യത്തിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്താണ് ഈ പെസഹ രഹസ്യം എന്ന് പറഞ്ഞാൽ? വേദപാഠ ക്ലാസ്സിലൊക്കെ വേദപാഠ പുസ്തകത്തിൽ നമ്മളിങ്ങനെ സ്ഥിരം കേൾക്കുന്നതാണ് പെസഹ രഹസ്യം, പാസ്കൽ മിസ്റ്ററി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ പെസഹ രഹസ്യം? പട്ടയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യമാണോ ഈ പെസഹ രഹസ്യം? പെസഹായിക്ക് പട്ടയപ്പവും ഇൻട്രിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ കൂട്ടാണോ ഈ പെസഹ രഹസ്യം? എന്താണ് ഈ പെസഹ രഹസ്യം? ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച്. ഈശോ മിശിഹായുടെ ജനനം മുതൽ ക്രിസ്തു സംഭവം തന്നെയാണ് പെസഹ രഹസ്യം. ഈശോ മിശിഹായുടെ ജനനം, പ്രബോധനങ്ങൾ, മരണം, പാടുപീഡകൾ സഹിച്ചുള്ള അവിടുത്തെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇവയെല്ലാം കൂടി ചേർന്ന ക്രിസ്തു സംഭവത്തിനെയാണ് എന്തെന്ന് പറയുക? പെസഹ രഹസ്യം എന്ന് പറയുക. അതുകൊണ്ട് ആ പെസഹ രഹസ്യത്തിലുള്ള പങ്കുചേരലാണ് മാമോദീസ അല്ലേ? വെള്ളത്തിൽ നമ്മളെ മുക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മരണത്തിൽ പങ്കുചേരും. വെള്ളത്തിൽ മുക്കുമ്പോൾ ഒരു ശ്വാസം വിട്ടാണ്ടിരിക്കും അല്ലേ? അതിൽ നിന്ന് എടുക്കുമ്പോൾ ഉത്ഥാനമാണ്. അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ മാമോദീസായുടെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുമ്പോൾ പറയുന്നതാണ്. എന്താണ്? നമ്മളെ അവിടെ മുക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മരണത്തിൽ പങ്കുചേരും. അതിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരും. ആ ഒരു വലിയ രഹസ്യമാണ് മാമോദീസായിൽ സംഭവിക്കുന്നത്. മാമോദീസായി സ്വീകരിക്കുന്നതിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളും തിരുസഭയുടെ അംഗങ്ങളും ജന്മപാപമില്ലാത്തവരുമായി തീരുന്നു എന്നൊക്കെയുള്ള അടിസ്ഥാന പ്രബോധനങ്ങൾ നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇതേക്കുറിച്ചൊക്കെയും നിങ്ങൾക്ക് വലിയ ഗൗരവമുള്ള സംശയങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുക അല്ലേ? മാമോദീസായെക്കുറിച്ച് പലതും ചോദിക്കാൻ ഓങ്ങിയിരിപ്പുണ്ട് നിങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഒറ്റപ്പെട്ട ചോദ്യങ്ങളല്ല. നമ്മുടെ ശാലോമിൻ്റെ ലോകമാസകലമുള്ള പ്രേക്ഷകർ നമ്മളോട് ചോദിക്കണം എന്ന്, ചോദിച്ചാൽ കൊള്ളാമെന്ന് അവരാഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കട്ടെ എന്ന ആശംസയോടെ നിങ്ങൾ ആ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊന്ന് ക്രോഡീകരിക്കാനുള്ള സമയമാണിത്. ആ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിനുശേഷം നമ്മൾ ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും വളരെ സീരിയസ് ചർച്ചയാണോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സുകൾ? നിങ്ങൾക്കൊരു തുടക്കമാണ് കിട്ടിയത് അല്ലേ? കൂദാശകളെ കുറിച്ചുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ ക്ലാസ്സിലും തന്നെ പഠിപ്പിക്കുന്നൊരു വിഷയം ഇതായിരിക്കും, കൂദാശകളെ കുറിച്ചുള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ കൂടുതലും നിങ്ങളുടെ സംശയങ്ങൾ കൂദാശ ജീവിതത്തിലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളുണ്ടാകുമല്ലോ. നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തുറന്ന് ചോദിക്കാനുള്ള ഒരു സമയമാണത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ശാലോമിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള അനേകം പ്രേക്ഷകർ പിതാവിൻ്റെ ഈ ക്ലാസ് കേട്ടപ്പോൾ മാമോദിസയെക്കുറിച്ച് ഈ ഒരു സംശയം ഒന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അവരുടെ ഉള്ളിൽ താല്പര്യമുണ്ടാകും. അത് നിങ്ങളിലൂടെ ഇന്ന് ആ ചോദ്യം ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആരാണ് ആദ്യത്തെ ചോദ്യം എന്ന് ചോദിക്കുന്നത്? മാത്യു സാർ ചോദിച്ചോളൂ. പിതാവേ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കഥയാണല്ലോ ആദിമാതാപിതാക്കളുടേത്. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത പാപവും ഒരു കഥ തന്നെയാണല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ ജന്മപാപത്തെയും മാമോദീസയെയും ഒന്ന് വിശദീകരിക്കാമോ? അതുമായി ബന്ധപ്പെട്ട്
ആ എന്താ ജിജി ടീച്ചർ എന്താണ്? എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം കൂടിയുണ്ട്. ചോദിച്ചോളൂ. എന്താണ് ജന്മപാപം എന്നാണ്? അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ കഴിഞ്ഞ തലമുറകളിൽ വിശ്വാസം സ്വീകരിച്ചവർ മാമോദീസായിലൂടെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ആ ജന്മപാപം അവരിലൂടെ മോചിക്കപ്പെട്ടു. വീണ്ടും എന്തിനാണ് നമ്മളുടെ തലമുറകൾ അടുത്ത മക്കളെ എന്തിനാണ് വീണ്ടും ആ ജന്മപാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്? ആദ്യം തന്നെ ജന്മപാപം മോചിച്ച് കിട്ടിയതല്ലേ എന്നുള്ളതാണ് സംശയം. യെസ്, രണ്ടുപേരും വളരെ സങ്കീർണമായ ചോദ്യം തന്നെയാണ് ആദ്യമേ ചോദിച്ചത്. അല്പം കൂടി ലളിതമായ ചോദ്യമല്ല ആദ്യം ചോദിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ആദ്യമേ തന്നെ വളരെ സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിജീവികളാണ് ഈ കാർത്തികപുരംകാർ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെയോ? സാറിന് ഇരിപ്പൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. യെസ്. മാത്യു സാറ് പണ്ട് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ അവരുടെ ആ കുലത്തിൽ പിറന്ന വ്യക്തിയാകണമെന്ന് ഇത്രയും വലിയ ചോദ്യം ചോദിക്കും. ഏതാണെങ്കിലും ശരി, സാറും ടീച്ചറും ചോദിച്ച ചോദ്യങ്ങൾ വളരെ ഗഹനമായ ചോദ്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഇവിടെ ഉന്നയിച്ചത് ബൈബിളിലെ ഈ ആദത്തിൻ്റെ ഔവായുടെയൊക്കെ വെറും കഥയല്ലേ, ആ കഥയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമല്ലേ ഉള്ളൂ ഒരു പഴം പറിച്ച് തിന്നു എന്നുള്ളത് അല്ലേ? അപ്പോൾ വെറും ഒരു കഥയ്ക്കകത്ത് പറഞ്ഞതിൻ്റെ പേര് നമ്മൾ ഇത്രയും മാമോസ മുങ്ങേണ്ട കാര്യമുണ്ടോ? ഇതാണ് സാറിൻ്റെ ചോദ്യം അല്ലേ? സാറ് മർമ്മത്താണ് ആക്രമിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് പലരും ചോദിക്കാറുള്ള, ചിന്തിക്കുന്ന മനുഷ്യർ പലപ്പോഴും ഉന്നയിക്കുന്ന ഗൗരവാവഹമായൊരു ചോദ്യം തന്നെയാണിത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ആദത്തിൻ്റെയും ഹൗവായുടെയും വിവരണം ബൈബിളിലേത് കഥയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ചുമ്മാ ഒരു കഥയാണ്, വെറുതെ അവിടെ എഴുതിയെന്നേ ഉള്ളൂ, അതിനകത്ത് ഒന്നുമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ ഒരു 19-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിലുമായിട്ട് ഈ രൂപവിമർശകർ എന്ന് പറഞ്ഞ ഫോം ക്രിട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ബൈബിൾ വ്യാഖ്യാതാക്കൾ വന്നു. അത് പ്രൊട്ടസ്റ്റൻ്റ് സ്കൂളിൽ നിന്നാണ് അത് വന്നത്. നിയോ ലിബറലിസ്റ്റ് സ്കൂളുകളാണ്. അവർ വാദിച്ചു, ഈ ബൈബിളിൽ ഈശോ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം ആരെങ്കിലും ചുമ്മാ എഴുതി വെച്ചേക്കുന്നൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നോക്കിയാൽ കുറേ കഥകൾ, ഐതിഹ്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയതാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന ഒരു ഗ്രൂപ്പുകാർ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വലിയ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പലരും അത് തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ വന്നത്. എന്താണ്? ഈ ബൈബിളിലെ ആദത്തിൻ്റെ ഹൗവായുടെയും ഒക്കെ കഥ വെറും കഥയാണ്. യഥാർത്ഥത്തിൽ ആദവും ഹൗവായും എന്നത് ദൈവം സൃഷ്ടിച്ച ആദി മാതാപിതാക്കളുടെ പ്രതിനിധികളാണ്. അതിനകത്തൊരു സംശയവും ഇല്ല. ദൈവം ആദത്തെയും ഹൗവായെയും സൃഷ്ടിച്ചു. ആ പേരോ അതല്ല എങ്കിൽ അവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങളോ ചരിത്രപരമായിരിക്കണമെന്നില്ല. ബൈബിളിൽ ഒരു കാര്യം ചരിത്രപരം എന്ന് പറയുന്ന എപ്പോഴാണ്? ആ നടന്ന സംഭവത്തിൻ്റെ വിവരിക്കപ്പെടുന്ന സംഭവത്തിൻ്റെ കൃത്യമായ സ്ഥലവും സമയവും പറയാൻ പറ്റുമെങ്കിൽ അത് ചരിത്രമാണ് അല്ലേ? തിബേരിയൂസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം പൊന്തിയൂസ് പീലാത്തോസ് യൂദയായിൽ ദേശാധിപതിയായിരിക്കവേ എന്ന് പറഞ്ഞ് ലൂക്കാ സുവിശേഷൻ 3:1 സുവിശേഷത്തിൻ്റെ ചരിത്രം പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്കറിയാം കൃത്യം ഇത്രാം വർഷമാണ്. അതുപോലെ കൃത്യതയിൽ പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ ചരിത്രപരം എന്ന് പറയാൻ പറ്റിയല്ല. ബൈബിളിലെ 1 മുതൽ 11 അധ്യായങ്ങളുടെ വിവരണത്തിലെ ചരിത്രപരതയുടെ കുറവ് എന്ന് പറയുന്ന എന്താണ്? അതെവിടെയാണ് നടന്നത് എന്ന് നമുക്കറിയത്തില്ല അല്ലേ? പറുദീസ എവിടെയായിരുന്നു? ഏതേൻ തോട്ടം, ഈദൻ ഗാർഡൻസ്, അതെവിടെയാണ്? കൽക്കട്ടയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അങ്ങനെ ഒരു പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെയല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറുദീസ ഏതേൻ തോട്ടം എവിടെയായിരുന്നു? നമുക്കറിഞ്ഞുകൂടാ. അത് എപ്പോഴാണ് ഈ സംഭവം നടന്നത്? അങ്ങനെ കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൻ്റെ കൃത്യമായ സ്ഥലവും സമയവും നിർണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് ചരിത്രപരത അതിൽ കുറവുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാകുന്നു? അല്ലാതെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല,
അത് ചുമ്മാ ഐതിഹ്യമാണ്, വെടിയാണ് എന്ന മട്ടിലേക്ക് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഈ സൃഷ്ടി വിവരണത്തിൽ ആദാമിൻ്റെയും ഹവ്വായുടെയും കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവം ആദി മാതാപിതാക്കളായി ഒരു സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു. അതൊരു സത്യമാണ്. അവർ ദൈവവരപ്രസാദത്തിലായിരുന്നു ജീവിച്ചത്. അവർക്ക് അതിസ്വാഭാവിക വരങ്ങളുടെ അത്ഭുതാവഹമായ നിറവുണ്ടായിരുന്നു. എന്നാൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് പാപം ചെയ്തതിനാൽ അവർക്ക് വരപ്രസാദം നഷ്ടമായി. ഇത്രയും സത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം സകല വിശ്വാസികളെയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ പാഠമാണ്. ആ സത്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ വിശുദ്ധ ഗ്രന്ഥം ചില കഥകളുടെ സഹായം തേടിയിട്ടുണ്ട്, ചില ഐതിഹ്യങ്ങളുടെ പിൻബലം അതിനകത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവിടെ പറഞ്ഞത് മുഴുവൻ കഥയാണെന്നും അവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവനും ഐതിഹ്യങ്ങളാണ്, ഏതൊക്കെയോ പുരാണങ്ങളിൽ നിന്ന് എടുത്തു വെച്ചതാണ് എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ തന്നെ നമുക്ക് വീഴ്ച പറ്റുകയാണ്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കണം, ദൈവം ആദ്യത്തെ പുരുഷനെയും സ്ത്രീയെയും തൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ സൃഷ്ടിച്ചു. ആ മാതാപിതാക്കൾ വരപ്രസാദാവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവരുടെ പാപം നിമിത്തം മനുഷ്യകുലത്തിന് വരപ്രസാദം നഷ്ടമായി എന്നുള്ള ആ അടിസ്ഥാന വിവരണം നമ്മൾ അംഗീകരിക്കണം. അത് ദൈവനിവേശിതമായ വെളിപാടിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും കഥയല്ലേ, അതുകൊണ്ട് അതിനകത്തെ പാപവും കഥയല്ലേ എന്നുള്ള മാത്യു സാറിൻ്റെ ചോദ്യം ഈ രൂപവിമർശകന്മാരുടെ സ്വാധീനം കൊണ്ടുണ്ടായ ചോദ്യമാണ്. സാറിൻ്റെ പ്രശ്നമല്ല, സാറിനെ പോലെയുള്ള ഇങ്ങനെ ചിന്തിക്കുന്ന വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. സാറ് അവയെക്കുറിച്ചൊക്കെയും പഠിച്ച വ്യക്തി എന്ന നിലയിലായിരിക്കാം സാറിന് അത്രയും ഗൗരവമുള്ള ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞത്. ചോദ്യം വളരെ നല്ലതാണ്, കാരണം മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഉയരുന്ന ഒരു അടിസ്ഥാന പ്രശ്നമാണ് ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതുകൊണ്ട് ആദിമാതാപിതാക്കൾ പാപം ചെയ്ത് വരപ്രസാദം നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ യെസ്, ദേ ഡിഡ് ഇറ്റ്. അവർ സത്യമായും പാപം ചെയ്ത് വരപ്രസാദം നഷ്ടപ്പെടുത്തി. അത് വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായി പറയുന്ന കാര്യമാണ്. ഇനി അവരുടെ പാപം, അതാണ് ടീച്ചർ അദ്ദേഹത്തിൻ്റെ ബാക്കിയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ജിജി ടീച്ചർ അല്ലേ? ടീച്ചറിൻ്റെ ചോദ്യവും വളരെ കഠിനമായ ചോദ്യമായിരുന്നു. എന്താണ് എന്താ ഈ ജന്മപാപം എന്ന് പറയുന്നത്? അതാണ് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അങ്ങനെ ഒരു പാപം ഉണ്ടോ എന്നാണ്. യെസ്, ജന്മപാപം എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നുള്ളത് ശരിയാണ്. ജന്മപാപം എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കുമ്പോഴേ ഉള്ള പാപം എന്ന മട്ടിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. എന്നാൽ ജന്മപാപം എന്ന് പറയുന്ന ഒരു പാപമല്ല, അത് മനുഷ്യപ്രകൃതിയിൽ സംഭവിച്ച ഒരു കുറവാണ്, ഒരു ഡെഫിഷ്യൻസി, കുറവ് എന്ന് പറയും ജന്മപാപം. അല്പം കൂടി ഞാൻ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കാം. അതായത് മനുഷ്യൻ പാപം ചെയ്ത്, മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? മനുഷ്യപ്രകൃതിക്കുണ്ടായിരുന്ന അതിസ്വാഭാവിക വരദാനങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ നഷ്ടത്തിൻ്റെ അവസ്ഥയാണ് എന്തെന്ന് വിളിക്കുക? ജന്മപാപം എന്ന് വിളിക്കുക. ഇത് ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഉണ്ടായപ്പോൾ എനിക്ക് ഈ കൈ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. പിന്നെ കിളുത്ത് വന്നതല്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. ഈ കൈ ഇല്ലായിരുന്നു എനിക്ക് എന്നങ്ങ് വിചാരിച്ചാൽ, കൈയില്ലാതെ ഞാൻ ജനിച്ചു എന്നുള്ളത് ഒരു പാപമാണോ? പാപമാണോ? പാപമല്ല. അത് പിന്നെ എന്താണ്? അതൊരു കുറവാണ്. ശരിയാണ്, ഇതൊരു കുറവാണ്. എന്നതുപോലെ ജന്മപാപം എന്ന് പറയുന്നത് ഒരു കുറവാണ്, അല്ലാതെ പാപമല്ല. ഈ കുറവിനെയാണ് ഈശോ മിശിഹ നമുക്ക് നികത്തിത്തരുന്നത് അല്ലേ?
ഈ കുറവ് എന്ന് പറയുന്നത് മനുഷ്യ പ്രകൃതിക്കാണ് ആ കുറവ് സംഭവിച്ചത്. അല്ലാതെ ആദം എന്ന ഒരു ചേട്ടനും ഹൗവ എന്നൊരു ചേട്ടത്തിക്കും അല്ല ആ കുറവ് സംഭവിച്ചത്. അത് ആർക്കാണ് സംഭവിച്ചത്? മനുഷ്യ പ്രകൃതിക്ക്. ദ ഹ്യൂമൻ നേച്ചർ ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ദ ഡിവൈൻ ഗ്രേസ്. മനുഷ്യ പ്രകൃതിക്ക് ആ കുറവ് സംഭവിച്ചു. അങ്ങനെ കുറവ് സംഭവിച്ചപ്പോൾ മനുഷ്യപ്രകൃതിയിൽ ആരെല്ലാം പങ്കുചേരുന്നോ അവരെല്ലാം ആ കുറവിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ മുഴുവനും ഇരുട്ടായി എന്ന് വിചാരിക്കും. ഈ ഇരുട്ടത്തേക്ക് ആ വാതകക്കടി ആരെല്ലാം കടന്നു വരുന്നോ അവരെല്ലാം എവിടെയാണ്? ഇരുട്ടിലാണ്. എന്നതുപോലെ മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച കുറവാണ് ഏത്? ഈ വരപ്രസാദമില്ലാത്ത അവസ്ഥ അഥവാ ജന്മപാപം എന്ന് വിളിക്കപ്പെടുന്ന അനുഭവം. അതിൽ മനുഷ്യകുലത്തിലേക്ക് ആരെല്ലാം പ്രവേശിക്കുന്നുവോ അവർക്കെല്ലാം ആ കുറവിൽ പങ്കാളിത്തം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ കുറവിലേക്ക് ഈശോ മിശിഹ കടന്നു വന്നു. അതാണ് ഈശോയുടെ മനുഷ്യാവതാരം. ഈശോ മനുഷ്യനായി അവതരിച്ചാൽ മാത്രമേ മനുഷ്യകുലത്തെ രക്ഷിക്കത്തുള്ളൂ. കാരണം എന്താണ്? കുറവ് വന്നത് പശുവിനുമല്ല പന്നിക്കുമല്ല. കുറവ് വന്ന ആർക്കാണ്? മനുഷ്യനാ കുറവ് വന്നു. അതുകൊണ്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ച് കുറവില്ലാത്ത മനുഷ്യപ്രകൃതി നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി. ആ കുറവില്ലാത്ത മനുഷ്യപ്രകൃതിയിലേക്ക് നാം കടന്നു വരണം. അതിനുവേണ്ടിയാണ് ഈശോ മാമോദീസ സ്ഥാപിച്ചത്. അതുകൊണ്ട് മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച കുറവായതുകൊണ്ടാണ് എല്ലാവരും അതിൽ പങ്കാളികളാകും. നമ്മുടെ കാർന്നോന്മാർ, ടീച്ചറിൻ്റെ ചോദ്യം അതായിരുന്നു, നമ്മുടെ കാർന്നോന്മാർ മാമോദീസ സ്വീകരിച്ചപ്പോൾ അവരുടെ പ്രശ്നം തീർന്നല്ലോ. അത് ശരി, അവരുടെ പ്രശ്നം തീർന്നു. പക്ഷേ അവരുടെ പിള്ളേരുടെ പ്രശ്നം വീണ്ടും ശേഷിക്കുകയാണ്. കാരണം എന്താണ്? പിള്ളേർ പുതുതായി മനുഷ്യപ്രകൃതിയിലേക്ക് കടന്നു വരുന്നവരാണ്. അവർക്ക് ആ കുറവുണ്ട്. ആ കുറവ് അവരും വ്യക്തിപരമായി ഈശോയുടെ മനുഷ്യപ്രകൃതിയിലേക്ക് പങ്കുചേരുമ്പോൾ പരിഹരിക്കപ്പെടുന്നുള്ളൂ എന്ന സത്യം ഓർക്കും. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ചകളൊക്കെ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? വളരെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങളിലൂടെ വന്നിട്ടുണ്ട് അല്ലേ? പിതാവിന് അങ്ങനെ തോന്നുന്നു അല്ലേ? യെസ്, ഉപകാരപ്പെട്ടിട്ടുണ്ടാവണം. തീർച്ചയായും. നമ്മൾക്ക് നിങ്ങളുടെ ഇനിയും കുറച്ച് പേരോട് ചോദിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത് സാർക്ക് ഓങ്ങിയിരിക്കുന്ന കണ്ടിട്ട് ഇനി ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നാണ്. അടുത്ത എപ്പിസോഡിൽ ചോദിക്കാനുണ്ട്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമ്മുടെ എല്ലാ സംശയങ്ങളും വീണ്ടും നമുക്ക് ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കൂദാശകളെക്കുറിച്ചുള്ള മനോഹരമായ ഈ പ്രോഗ്രാം CCAT-ലൂടെ ഇന്നത്തെ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ, ഹൃദ്യമായ ഉത്തരങ്ങൾ നമുക്ക് നൽകിയ തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായ അഭിവന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവിന് CCAT-ൻ്റെയും ശാലോം പ്രേക്ഷകരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹപൂർവ്വം. ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ലോകമെമ്പാടുള്ള ശാലോം പ്രേക്ഷകർക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലെ സംശയങ്ങൾ പരിഹരിക്കാൻ തക്കവണ്ണം ചോദ്യങ്ങൾ ഉന്നയിച്ച ചർച്ചയിൽ പങ്കെടുത്ത കാർത്തിപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ മതാധ്യാപകരായ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. തുടർ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.